നിനക്കെന്താ അങ്ങോട്ട് പോയത്? എന്താ കോളേജിലൊരു കുഴപ്പം? അവന് താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാ തമ്മിയേട്ട ഇങ്ങനെ നിർബന്ധിക്കുന്നത്? അത് മാത്രമല്ല, ഇവിടെ വേറെ കോളേജൊന്നും ഇല്ലാകില്ലല്ലോ. ദേശത്തെ നീ ഇവന് ഇപ്പോഴും വഷളാക്കുന്നത്. ഇവൻ ഇപ്പോഴും കൊച്ചുകുട്ടിയാന്നാ നിന്റെ വിചാരം? ഇവന് 25 വയസ്സായി. ആ ബോധം നിനക്കോ ഇവരോ ഇല്ലല്ലോ. അച്ഛൻ എങ്ങോട്ട് എന്നെ പറഞ്ഞയക്കാൻ നോക്കുന്നേ? രാഷ്ട്രീയ കൊലപാതകങ്ങൾ മാത്രം നടക്കുന്ന കണ്ണൂരേക്കും. It's money you're paying, you're fundamental, you wanna run away, it's not simple. Who you looking for, who's here to keep your head up? I'm a killer, 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 bang, bang, bye, bye. I'm a killer, 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 bang, bang, bye, bye. I'm a murder, 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 murderer. I'm a killer, 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 bang, bang, bye, bye, bye. തമ്പിയേട്ട ശരിയാവും പറയുന്നത്. ഒന്നുകൂടി ആലോചിച്ചിട്ട് പോയി. എടാ, നിന്റെ കോളേജിൽ രാഷ്ട്രീയം മാത്രമല്ല ഉള്ളത്. അവിടെ നീ പോകുന്നത് പഠിക്കാനാ. പിന്നെന്താ? എന്താ ഇവിടെ അച്ഛനും മോനും കൂടി? ആ വന്നല്ലോ. മോളെ, നീ എങ്ങനെ പറ ഇവരോടൊന്ന് കണ്ണൂരേക്ക് പോവാൻ? നാളെ ട്രെയിൻ, അവൻ പൊക്കോളും. അല്ലടാ എടീ നീ കാണേ. അനന്തു, നീ എന്താ ഇങ്ങനെ? എടീ, ഞാൻ നാളെ പോകുന്നു നിന്നോടാരാ പറഞ്ഞത്? അപ്പൊ നീ പോവൂലേ? എനിക്ക് ചുവപ്പെന്ന് കേൾക്കുന്നതേ പ്രാന്ത. അപ്പോഴാണ് നാട്ടിലേക്ക് പോകുന്നത്. എടാ, അച്ഛൻ പറഞ്ഞ നീ ഇവിടെ തല്ലാനും കൊല്ലാനൊന്നും അല്ലല്ലോ പോന്നെ, പഠിക്കാനല്ലേ. പിന്നെന്താ? ആരതി, നീ എന്താ പറയുന്നത്? നിനക്കറിയില്ല കോളേജിനെ പറ്റി. വെട്ടുമുത്തം മാത്രം അവിടെ ഉള്ളത്. ഞാൻ ജീവിക്കുന്നതേ വല്ലവനും തല്ലുകൊണ്ട് ഞാനല്ല, എനിക്ക് വേണ്ടിയാ. അനന്തു, നീ എന്താ ഇങ്ങനെ? എടാ, ഞാൻ നിനക്കാരാ? നിനക്കറിയാലോ, നമ്മൾ തമ്മിൽ ചെറുപ്പം മുതൽ ഇഷ്ടത്തില്ല. പക്ഷെ അച്ഛൻ ഇപ്പോഴും നിന്നെ അംഗീകരിക്കാനായിട്ടില്ല. നിന്റെ പഠിത്തമെല്ലാം കഴിഞ്ഞാൽ നിനക്ക് നല്ലൊരു ജോലി കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കല്യാണത്തിന് അച്ഛൻ സമ്മതിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നീ പോണം നാളെ, പ്ലീസ് അനന്തു, എനിക്ക് വേണ്ടിയെങ്കിലും. ശരി ആരതി, ഞാൻ പോവാം. നിനക്ക് വേണ്ടി മാത്രം. ട്രെയിൻ വന്നു, ഞാൻ പോവാണേ. പോയിട്ട് വരാന്ന് പറയടാ. ആ വന്നാരെ സംശയ. അനന്തു പ്ലീസ്. പോയിട്ട് വരാമേ. അനന്തു, എന്നെ പറഞ്ഞോടെ ഭയങ്കര ധൃതിയായിരുന്നല്ലോ. ഇപ്പൊ എന്ത് പറ്റി? കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നു. എന്താടി? എടാ, അവിടെ ചെന്ന് കഴിയുമ്പോ നീ എന്നെ ഓർക്കോ? മറന്നാലില്ലേ നിന്നെ ഓർക്കേണ്ട കാര്യമുള്ളൂ. ഈ അനന്തന്റെ മനസ്സിൽ നിന്നോളം വേറെ ആർക്കും ഒന്നിനും സ്ഥാനമില്ല, ഇനി ഉണ്ടാവുകയില്ല. പോട്ടെ. അപ്പോ ഇതാണ് കോളേജ്. ദൈവമേ, 2 കാലത്തന്നെ ഇറങ്ങാൻ പറ്റിയാ മതിയായിരുന്നു. ഇതിപ്പോ ആരോടൊന്ന് ചോദിക്കുക. ആ ചേട്ടാ, എന്താ ഇവിടെ MA എക്കണോമിക്സ് ക്ലാസ് എവിടെയായിട്ടാ? ആദ്യമായിട്ടല്ലേ ഇവിടെ? ഇവിടെ നേരെ പോയി കാണുന്ന ഫസ്റ്റ് ബ്ലോക്കില് 2ാമത്തെ നിലയിലെ 4ാമത്തെ ക്ലാസ്സാ. ശരിയെന്നാ കാണാം. അപ്പോഴേക്കും പോയോ? ഒരു താങ്ക്സ് പോലും പറയാൻ പറ്റിയില്ല. അത് സാരില്ല. അതെന്താ ഒരു ആൾക്കൂട്ടം? പറഞ്ഞത് ചെയ്തിട്ട് പോയാ മതി. നീ പൊക്കോ. ആദ്യം ഞാൻ പറഞ്ഞ കാര്യം ചെയ്, എന്നിട്ട് പോവാം. ഓഹോ, ഇത്രക്ക് അഹങ്കാരോ? നിനക്കറിയാലോ ഞങ്ങൾ ആരാണെന്ന്. ഓഹോ, പേടിയില്ലേ? എന്നൊന്നും അറിയണമല്ലോ. നീയൊക്കെ ഒന്ന് തൊട്ടു നോക്കിയോളെ, അപ്പ അറിയാം ആർക്കാ പേടിയെന്ന്. ഇതാ ഏട്ടനല്ലേ? ഈ പുള്ളി മിക്കവാറും ഇവർക്കിടെ അടി വാങ്ങി കൂട്ടുന്നാ തോന്നുന്നത്. എടാ വേണ്ട, വാ പോവാ. ദേവു, എന്നാ നീ ക്ലാസ്സിൽ കയറിക്കോ. സഖാവോ? ഹലോ, ഈ MA എക്കണോമിക്സ് ക്ലാസ് ഇവിടെ അല്ലേ? ആ, അതിവിടെ ആയിട്ട് തന്നെ. അല്ല, ഇയാളിവിടെ ആദ്യമായിട്ടാ? ആ അതെ. ചേട്ടൻ സീനിയർ ആണോ? അല്ലല്ല, ഞാനിവിടെ ഫസ്റ്റ് ഇയർ MA എക്കണോമിക്സ് പഠിക്കാൻ വന്നതാ. അപ്പൊ നമ്മള് ക്ലാസ്മേറ്റ്സ് ആണല്ലേ? ആശ്വാസായി. അല്ലളിയാ, ക്ലാസ്സിൽ കയറുന്നില്ലേ? ആ കേറണം. അപ്പഴാ ഇവിടെ മുട്ടൻ അടി നടന്നത്. അടിയോ? എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ ആർക്കെങ്കിലും? ഇല്ല, അതേതൊരു സഖാവ് ഒന്ന് സോൾവ് ചെയ്തു.
സഖാവോ? ആ ഏട്ടനാ എനിക്കും ക്ലാസ് കാണിച്ചു തന്നത്. പിന്നെ പുള്ളിനെ പറ്റി എനിക്കൊന്നും അറിയില്ല. എന്റെ ഒരു കസിൻ ഇവിടെ MA ഫൈനൽ ഇയർ പഠിക്കുന്നുണ്ട്. പുള്ളിനെ തപ്പി നടക്കുമായിരുന്നു ഇത്രയും നേരം. അയ്യോ, ചോദിക്കാൻ വിട്ടുപോയി. തന്റെ പേരെന്താ? അനന്തു. ഞാൻ മനു. മനു, ദേ ആ പെങ്കുച്ചാട്ടാ ഇന്ന് രാവിലെ ഇവിടെ അടിയുണ്ടായത്. ഏത്? ആ കുട്ടിയായിട്ടോ? എനിക്കൊരു സംശയം. അനന്ത് പറഞ്ഞ സഖാവ് ഇനി ചിലപ്പോ ഞാൻ അന്വേഷിക്കുന്ന ആളായിരിക്കും. നമുക്കൊന്ന് ചോദിച്ചാലോ? അപ്പൊ ക്ലാസ്സിൽ കയറണ്ടേ? അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. ഒന്ന് വാടോ എന്റെ ഒപ്പം. ആ ശരി വാ. ഓഫീസിൽ കൊടുത്താൽ മതി കേട്ടോ. അതെ കുട്ടി, ഒരു അജിത്തിനെ അറിയോ? തേർഡ് ഇയർ MA പൊളിറ്റിക്സ്. അയ്യോ എടോ, ഈ യൂണിയൻ ഓഫീസ്. അതെ, തന്റെ പേരൊന്ന് പറയൂ. ദേവിക. നല്ല കൊച്ചല്ലേടാ, എനിക്കിഷ്ടായി. എന്ത് ഇത്ര കിട്ടുന്നോ? ഈ പ്രണയത്തിന് അധികം നേരമൊന്നും വേണ്ട മോനെ. അല്ല, നിനക്കാരോടും പ്രണയം തോന്നിയിട്ടില്ലേ? പിന്നെ എന്റെ ആരോഗ്യം. ആരതിയോ? അതൊക്കെ പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ നിന്റെ സഖാവിന് നോക്കാം വാ. അവിടെ ആ അനാഥാലയത്തിലേക്കുള്ള പൊതിച്ചോറിന്റെ കാര്യം എന്തായി? അതെല്ലാം ശരിയാക്കിയിട്ടുണ്ട് സഖാവേ. എന്നാ ഞാനൊന്ന് ക്യാൻറ്റീൻ വരെ പോയിട്ട് വരാം. ശേ, ഇവിടെയൊന്നും കാണാനില്ലല്ലോ. ഇവിടെ ഉണ്ടാവുന്നല്ലേ നിന്റെ ദൈവം പറഞ്ഞത്. ഒന്നുകൂടി നോക്കാം. സത്യം പറ, താൻ ഞങ്ങളെ പറ്റിക്കുമല്ലേ? സഖാവ് ക്യാൻറ്റീനിലേക്ക് പോയി ദേവു. എന്തേ? ഇവൻ എന്റെ കഞ്ഞിയുടെ പാട്ടേന്നാ തോന്നുന്നു. ഇവൻ ആരാടാ അവളെ ദൈവന്നൊക്കെ വിളിക്കാൻ? എനിക്കും അറിയില്ല. വാ പോവാം. ഇന്നും ഈ ചായ മാത്രമാണോ കുടിക്കുന്നത് സദാവേ? എന്റെ കുമാരേട്ടാ, ഇത് തന്നെ സമയം ഉണ്ടായിട്ട് കുടിക്കുന്നതല്ല. പിന്നെ എന്റെ കുമാരേട്ടനൊന്ന് കാണാലോ എന്ന് വിചാരിച്ചു വരുന്നതാ. മോനെ, നീ ഇങ്ങനെ എല്ലാവർക്കും വേണ്ടി ഓടി നടക്കുമ്പോ എന്നെ കുറിച്ച് നീ എന്താ ഓർക്കാത്തെ? സമയത്തും കാലത്തും നീ വല്ല ആഹാരം കഴിക്കുന്നുണ്ടോ? ഞാൻ മാത്രമല്ലല്ലോ കുമാരേട്ടാ. ആ നിൽക്കുന്ന സഭാക്കൾ ഒന്നും കഴിച്ചിട്ടില്ല. അവർക്ക് വിശക്കാതെ എനിക്ക് മാത്രം എങ്ങനെ വിശക്കുക? ആ വനണ്ടല്ലോ പെമ്പുലി. ദൈവം കേൾക്കണ്ട കുമാരേട്ടാ. നിനക്കറിയില്ല, ഇന്നലത്തെ ചായയിൽ ഇത്തിരി മധുരം കുറഞ്ഞു പോയെന്നാണ് അവൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്നറിയോ? ഇവിടെ അരിയും പഞ്ചസാരയൊക്കെ സർക്കാർ തരുന്നത് പാവപ്പെട്ട കുട്ടികൾക്ക് കഴിക്കാനാണ്. അതിലും കുമാരേട്ടൻ പിശുക്ക് കാണിക്കുന്നു. ഞാൻ എന്ത് പിശുക്ക് കാണിച്ചെന്ന് അവള് പറയുന്നത്? ഇതൊക്കെ എന്റെ വീട്ടിൽ കൊണ്ടുപോകുന്ന അവള് വിചാരിച്ചിരിക്കുന്നത്. അതൊക്കെ അങ്ങോട്ട് വിട്ടുകള കുമാരേട്ടാ, നമ്മുടെ ദൈവമല്ലേ. ദേ ദേവു, വേണ്ടട്ടോ. ശരി, ഉത്തരവ്. എന്തിനാ ദേവു നീ കുമാരേട്ടനോട് ഇങ്ങനെ തല്ലുകൂടുന്നത്? മനു,
മുത്തശ്ശി വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു നിനക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടിയ കാര്യം. അപ്പോ അജിത്തേട്ടന് ഞങ്ങളൊക്കെ ഓർമ്മയുണ്ട്. ഭാഗ്യം. എടാ വേണ്ട ഏട്ടാ, ഏട്ടൻ നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് മനസ്സിലാവില്ല. മാളു അവൾ എന്ത് തെറ്റാ ഏട്ടനോട് ചെയ്തത്? കുട്ടിക്കാലം മുതൽ ഏട്ടൻ അവളുടെ മനസ്സ് മുഴുവൻ. അത് ഏട്ടൻ അറിയാവുന്നതാ. പിന്നെ എന്തിനാ അവളെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? മനു, നിനക്കൊന്നും അറിയില്ല. ഇതിപ്പോ എനിക്ക് മാളുവിനെ കല്യാണം കഴിക്കാൻ പറ്റിയ അവസ്ഥയല്ല. കാരണം നിങ്ങളുടെ പ്രസ്ഥാനം അല്ലേ? നിങ്ങളുടെ ഈ പാർട്ടിക്ക് വേണ്ടി എന്റെ അനിയത്തിനെ നിങ്ങൾ വേണ്ടാന്ന് വെക്കുവാന്ന് എനിക്ക് അറിയാം ചിത്തേട്ടാ. നിങ്ങൾക്കും എന്റെ മാളുവിനെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അതെ, മാളു എന്റെ ജീവനാണ്. പക്ഷെ അതിലേറെ പ്രിയപ്പെട്ടതാണ് എനിക്ക് എന്റെ ഈ പ്രസ്ഥാനം. ഈ കോളേജിൽ വന്നിട്ട് നിങ്ങൾ അജിത്തിന് അന്വേഷിച്ച് എവിടെയെല്ലാം നടന്നു? എന്നിട്ട് കാണാൻ കഴിഞ്ഞോ? ഇല്ല അല്ലേ? എന്നാ സഖാവ് അജിത്ത് എന്ന് പറഞ്ഞപ്പോഴോ? മനു, എന്റെ പേരോടൊപ്പം ചേർത്ത് വെച്ചിരുന്ന ഈ സഖാവ്, അത് നിങ്ങൾക്കൊക്കെ വെറും 3 അക്ഷരമാണ്. ഓരോ സഖാക്കളും ഇവിടെ ഉള്ളിടത്തോളം ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് പട്ടിണ കിടക്കാതെയും ആരെയും പേടിക്കാതെയും പഠിക്കാൻ പറ്റുന്നു അവർക്കൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന്റെ പേരാണ് സഖാവ്. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. സഖാവ് എന്താണ് ഈ സഖാവ്? പാർട്ടിയുടെ പേര് തല്ലുകൂടി രക്തസാക്ഷികൾ ഉണ്ടാക്കുന്നതോ? അതോ സ്വന്തം ഇഷ്ടം വിട്ടുപിടിക്കാൻ മറ്റുള്ളവരുടെ കണ്ണീരിന് പോലും ഒരു വിലയും കൽപ്പിക്കാത്തതോ? ആരെയും ആളെന്ന് എനിക്കറിയില്ല. നിങ്ങളൊന്നും എന്റെ ബന്ധമൊന്നും അറിയില്ല. പക്ഷെ ദേവിന് വേണ്ടി അവന്മാരോട് തർക്കിച്ച നിങ്ങൾക്ക് എങ്ങനെയാ ഇഷ്ടപ്പെടുന്നവരുടെ കണ്ണീരിനും കാത്തിരിപ്പിനും ഒരു വിലയും കൊടുക്കാൻ കഴിയാത്തത്? ഇതാണോ നിങ്ങളുടെ കമ്മ്യൂണിസം? നീ ചോദിച്ച ഓരോ ചോദ്യത്തിനും എന്റെ ഒരു ഉത്തരവുണ്ട്. പക്ഷെ അത് ഞാനായിട്ട് പറയില്ല, നിനക്കൊരിക്കൽ മനസ്സിലാവും. പക്ഷെ ഒന്ന് ഞാൻ പറയാം, പാർട്ടിയുടെ പേരിൽ മരിക്കുന്നവരല്ല രക്തസാക്ഷികൾ. മരിക്കുമെന്ന് അറിഞ്ഞിട്ടും ചെങ്കോട് നെഞ്ചോട് ചേർത്ത് പിടിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പോരാടുന്നവരാ രക്തസാക്ഷികൾ. നീ ചോദിച്ചില്ലേ എന്താണ് സഖാവെന്ന്, എന്താണ് കമ്മ്യൂണിസം എന്നൊക്കെ? ഇന്ന് 5-6 ആമ്പിളയിൽ നിന്ന് ദേവനോട് സംസാരിച്ചപ്പോ അവളുടെ കണ്ണിൽ നീ ഭയം കണ്ടോ? അവളുടെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നോ? തെറ്റെത്ര വലുതായാലും ചെറുതായാലും അതിനെതിരെ പോരാടുന്നവരാ ഞങ്ങൾ സഖാക്കള്. ഏട്ടാ, മനു, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എന്റെ ഈ പ്രസ്ഥാനത്തിന് ഉപേക്ഷിക്കാൻ കഴിയില്ല. ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ, ക്ലാസ്സിൽ പോകാൻ നോക്ക്, സമയമായി കണ്ട. മനു, എടാ നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, എല്ലാത്തിനും ഒരു വഴിയുണ്ടാവും. അവളുടെ കണ്ണീര് കണ്ടു നിൽക്കാൻ വയ്യാത്തോടാണ് ഞാനായിട്ട് അജിത്തേട്ടനെ കാണാൻ വന്നത്. എന്നിട്ടിപ്പോ നീ ഇങ്ങനെ വന്നെ, നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം. ഏതായാലും ഇനി ക്ലാസ് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. വാ. ദേവു, നീ അജിത്തേട്ടനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനാണ് എന്നെ വിളിച്ചെങ്കിൽ എനിക്കത് കേൾക്കണ്ട. ഞാൻ ആരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനല്ല മനുവിനെ വിളിച്ചത്. പിന്നെ എന്തിനാ? ഇന്ന് നിങ്ങൾ തമ്മിൽ ക്യാൻറ്റീനിൽ വെച്ച് സംസാരം ഉണ്ടായത് ഞാൻ അറിഞ്ഞു. സഖാവിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല മനുവേട്ടാ. അല്ല, തനിക്ക് എന്റെ പേരെങ്ങനെ അറിയാം? പാർട്ടിക്കാരി അല്ലാതെ സഖാവ് പറയാറുള്ളത് നിങ്ങളെ പറ്റിയാ, മനുവേട്ടനെയും മാളുവിനെയും പറ്റി. അങ്ങനെ എനിക്കറിയാം. അല്ല, ഇയാക്കടെ പേരെന്താ? അനന്തു. ദേവു, എന്താ അജിത്തേട്ടന്റെ പ്രശ്നം? നിങ്ങൾ വിചാരിക്കുന്ന പോലെ സഖാവ് തന്റെ പ്രസ്ഥാനത്തെ മാളുവിനേക്കാൾ സ്നേഹിക്കുന്നത് കൊണ്ടല്ല കല്യാണത്തിന് സമ്മതിക്കാത്തത്. പിന്നെ സ്വന്തം ജീവൻ എപ്പോ വേണമെങ്കിലും നഷ്ടാവൂന്ന് അറിഞ്ഞോണ്ട് എങ്ങനെയാ മറ്റൊരാളെ ആ ജീവിതത്തേക്ക് കൂട്ടുന്നത്? ദേവു, നീ എന്താ പറയുന്നേ? ഈ കോളേജിൽ 5 വർഷമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഈ ചെങ്കൊടിയെ പറ്റി നിങ്ങൾക്കറിയും. അതിനപ്പുറം നമ്മുടെ കോളേജിൽ കഞ്ചാവും മയക്കുമരുന്നും അതിലുപരി ഞങ്ങൾ പെൺകുട്ടികൾക്ക് ഒറ്റക്ക് നടക്കാൻ പോലും കഴിയില്ലായിരുന്നു. ഇന്ന് എന്നത് കണ്ടില്ലേ എന്നോട് വഴക്കിട്ട ഗൗതമിനും ഗ്യാങ്ങിനെ? അവൻ വെച്ച് ഈ നാട്ടിൽ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയക്കാരനാ, നല്ലൊരു പണക്കാരനും. അത് മുതലെടുക്കുമായിരുന്നു ഗൗതമും കൂട്ടുകാരും. അവരുടെ കൈ കിടന്ന് ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികള് എന്തൊരു ശ്വാസം മുട്ടിയിട്ടുണ്ടെന്നറിയോ? SFIയുടെ ഓരോ കൊടിയും ഇവിടെ ഉയരുമ്പോഴും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടോണ്ട് വെച്ചാൽ ഞങ്ങൾ സഖാക്കൾ തന്നെയായിരുന്നു. 26ഓളം സഖാക്കളെയാ ഞങ്ങൾക്ക് ഈ 5 വർഷം മുമ്പ് നഷ്ടമായത്. 100 കണക്കിന് പെൺകുട്ടികളുടെ കണ്ണീരിനും മാനത്തിനും ഒരു വിലയില്ലാതെയായി പോയത്. അവർക്കെതിരെ പ്രവർത്തിക്കാൻ ഓരോരുത്തരെയും അവരില്ലാതാക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരുന്ന ഈ ക്യാമ്പസിന്റെ മണ്ണില് വർഗീയതക്കെതിരെ വിപ്ലവം കൊണ്ട് മറുപടി നൽകിയായിരുന്നു സഖാവ് അജിത്തിന്റെ വരവ്. പിന്നെ അങ്ങോട്ടുള്ള ഈ 5 വർഷവും ഞങ്ങൾ ഉയർത്തിയ ഈ ചെങ്കൊടി താഴ്ന്നിട്ടില്ല. ഗൗതമിന്റെയും ഗ്യാങ്ങിന്റെയും ഏറ്റവും വലിയ എതിരാളി ഇപ്പൊ സഖാവാണ്. സഖാവിനെ ഇല്ലാതാക്കാൻ ഈ ക്യാമ്പസിൽ അകത്തും പുറത്തും ആളുകളുണ്ട്. എന്നാലും സഖാവ് പേടിച്ച് പിന്മാറില്ല, അത് ഞങ്ങൾക്കറിയാം. മനുവേട്ട, മാളൂര് സഖാവിന് ഒരിക്കലും നഷ്ടാവരുമെന്ന് വിചാരിക്കുന്നവരിൽ ഒരാൾ തന്നെയാണ് ഈ ഞാനും. എല്ലാം ശരിയാവും. നിങ്ങൾ സഖാവിന് കുറച്ച് സമയം കൊടുക്കണം. ഇത് പറയാൻ ഞാൻ വിളിച്ചത്, അല്ലാതെ വേറൊന്നുമല്ല. ദേവു, എന്റെ മാളുവിന്റെ കാത്തിരിപ്പ് വെറുതെ ആവില്ല. അജിത്തേട്ടൻ ഈ കോളേജിൽ ആരാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ഉണ്ടാവും ഇനി അജിത്തേട്ടൻ്റെ ഒപ്പം എന്തിനും. ഞാൻ പോട്ടെ. എടാ, നിനക്ക് എന്ത് പറ്റി? എന്തൊക്കെ നീ പറഞ്ഞു? ഇത് രാഷ്ട്രീയമാണോ മനു? ജീവനും വരെ ആപത്താ. അനന്തു, ഞാനും നീയും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാ ഈ കോളേജ് പഠിക്കാൻ വന്നത്. എന്നാൽ ഇന്നുവരെ കാണാത്ത ഒരു ബന്ധം ഇല്ലാത്തവർക്ക് വേണ്ടിയാ അജിത്തേട്ടനും മറ്റു സഖാക്കളും പോരാടുന്നത്. അവർക്കൂടെ പോലെയാടാ നമ്മൾ നിൽക്കേണ്ടത്. കുന്തം, നിനക്ക് വട്ടാ. ഇത് നല്ല 4 തല്ല് കിട്ടുമ്പോൾ മാറിക്കോളും. നീ വാ, നമുക്ക് ഹോസ്റ്റലിന്റെ കാര്യം ശരിയാക്കാം.
മനു, നിങ്ങൾ ഹോസ്റ്റലിലേക്കാണോ? ആ അതെ അരുണേട്ടാ. നിനക്കെങ്ങനെ അറിയാം ഇയാളെ? എടാ ദേവു ഇയാളെ അരുണേട്ടാന്നല്ലേ വിളിച്ചത് രാവിലെ. ഓ അങ്ങനെ. ഞാനും സഖാവ് അജിത്തും ഇവിടെ അടുത്തൊരു വീട്ടിലെ താമസം. അജിത്താ പറഞ്ഞേ നിങ്ങളോടും കൂടി നമ്മുടെ ഒപ്പം താമസിക്കാൻ വന്നോളെ. അപ്പോ എങ്ങനെയാ, നമുക്ക് വീട്ടിലേക്ക് പോയാലോ? നിങ്ങൾ വാ. എടാ നീ പോകണോ അങ്ങോട്ട്? ഞാനൊന്നും ഇല്ലട്ടോ. ഇവൻ എടാ അനന്തു, ഇപ്പൊ ഹോസ്റ്റലൊക്കെ ഫുള്ളായിട്ടുണ്ടാവും. നീ ഇങ്ങ വാ, നമ്മൾ പിന്നെ എവിടെ താമസിക്കുന്ന? ഒന്ന് വാടാ. ഇവനെ കൊണ്ട് വാ പോകാം. ഇതാണ് വീട്. നിങ്ങളുടെ റൂം മോളിലാ. നിങ്ങളൊന്ന് ഫ്രഷ് ആവ്, ഞാനപ്പോ ഫുഡ് വാങ്ങിച്ചിട്ട് വരാം. എടാ അളിയ, നീ ഇപ്പോഴും എന്നോട് ദേഷ്യത്തിലാ? അനന്തോ മനു, നീ എന്റെ ഇത് വാങ്ങും. എന്നാ നിങ്ങളെ വാതിലിച്ച് കിടന്നോ, ഞങ്ങളൊന്ന് കോളേജിലേക്ക് പോയിട്ട് വരാം. ഈ രാത്രിയിലോ? അതെന്തിനാ? ചില പാർട്ടി മീറ്റിംഗ്സ് ഒക്കെ ഞങ്ങൾ രാത്രിയിലാണ് നടത്താറ്. രാവിലെ എല്ലാവർക്കും ക്ലാസ് ഒക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട്. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങുക. ദിവസങ്ങൾ കടന്നുപോയി. മനു തന്റെ ഇഷ്ടം ദേവനോട് തുറന്നു പറഞ്ഞു. ഇപ്പൊ രണ്ടുപേരും കോളേജിലെ റൊമാൻറ്റിക് കപ്പിൾസ് ആണ്. ദേവു, നിനക്ക് ഫ്രണ്ട്സ് ആരും ലേഡി? ഉണ്ടല്ലോ, ലക്ഷ്മി, എന്റെ ലക്ഷ്മി. അവക്കടെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനോട് മരിച്ചുപോയി. ഇപ്പൊ നോക്കുന്നത് ഒരു മുത്തശ്ശിയാ. മുത്തശ്ശിക്കാണെങ്കിൽ തീരെ വയ്യ, അതുകൊണ്ടാ അവള് കോളേജിൽ വരാത്തെ. പക്ഷെ 2 ദിവസം കഴിയുമ്പോൾ അവൾ കോളേജിൽ വന്നു തുടങ്ങും. അപ്പൊ ഞാൻ മനുവിനെ ലക്ഷ്മിനെ പരിചയപ്പെടുത്തരാം. ഈ കഴിഞ്ഞുപോയ ദിവസങ്ങളിലൊന്നും തന്നെ അനന്തിന്റെ സ്വഭാവത്തിൽ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. സഖാക്കളോടും അവരുടെ ആശയങ്ങളോടും അവൻ എന്നും എതിർത്തുകൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് ഒരുപാട് പേർക്ക് ആ പ്രസ്ഥാനത്തെ അവൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. ആ യാത്രയിൽ അവന് ഒരുപാട് നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നു. ജീവനതുല്യം സ്നേഹിച്ച പലതിനെയും അവൻ ഉപേക്ഷിക്കേണ്ടി വന്നു. എന്നാൽ ഉയർത്തിപ്പിടിച്ച ചെങ്കൊടി അവൻ താഴ്ത്തിയില്ല. ഇത് അവന്റെ കഥയാണ്, സഖാവ് അനന്തുവിന്റെ കഥ. വാഗപ്പൂവിന്റെ സ്വന്തം സഖാവിന്റെ കഥ.